ബി.ജെ.പി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ തകർന്നടിയുന്നത് നാളുകളായി ഈ മണ്ണിൽ നടപ്പാക്കി പോന്ന രണ്ട് കക്ഷികളുടെ മാത്രമായ അപ്രമാദിത്വമാണ്. വോട്ട് മാറ്റിയും മറിച്ചും കുത്തി ആദർശങ്ങൾ വിട്ട് തക്കം പോലെ ഒഴിഞ്ഞും വെട്ടിയും കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയവും രാജീവ് ചന്ദ്രശേഖർ, വി. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ ജയത്തിന്റെ പടിവരെ എത്തിയ പ്രകടനവും മൂലം ഏതാണ്ട് അവസാനിക്കുകയാണ്. NDA 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതാവുകയും 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരികയും ചെയ്തത് കേരള രാഷ്ട്രീയത്തിൽ നൽകുന്ന പുതിയ രാഷ്ട്രീയ ദിശയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന് വർഗീയത ജയിച്ചു എന്നാരോപിക്കുന്ന സോഷ്യൽ മീഡിയ പോരാളികൾ മലപ്പുറത്തും പൊന്നാനിയിലും മതത്തിന്റെ നിറവും പേരുമുള്ള മുസ്ലിം ലീഗ് വിജയിച്ചതിനെ മതേതരമായാണ് കാണുന്നത്. കറതീർന്ന വർഗീയതയെ മതേതരമാക്കാനും തൃശൂരിലെ ജനങ്ങളെ വർഗീയവൽക്കരിക്കുവാനും ശ്രമിക്കുന്നത് കേരളം സ്വീകരിക്കുവാൻ വഴിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാജ്യദ്രോഹം ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട ചില വർഗീയവാദികളായ രാഷ്ട്രീയ കക്ഷികൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടുകൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കേരളമാകെ നൽകിയപ്പോഴും ജനാധിപത്യം കത്തിച്ചാമ്പലായി എന്ന് ആരും വിലപിച്ചതായി കേട്ടിട്ടില്ല. മറിച്ച് മുന്നണികൾ ആ വോട്ട് സസന്തോഷം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഭൂരിപക്ഷത്തിന്റെ വോട്ട് വീതം പലപ്പോഴും ജാതി വ്യവസ്ഥയിൽ ഭിന്നിപ്പിക്കപ്പെടുകയും ന്യൂനപക്ഷങ്ങൾ സംഘടിതമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന കീഴ്വഴക്കം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും വിജയിക്കുന്നത് ന്യൂനപക്ഷം പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി മാത്രമായിരിക്കും. ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്നതിലല്ല, ആ വോട്ട് ബുദ്ധിപൂർവം വിനിയോഗിക്കുമ്പോഴാണ് വിലയുണ്ടാകുക. വളരെ വൈകിയെങ്കിലും ഭൂരിപക്ഷത്തിന് അത് മനസ്സിലാക്കുവാനുള്ള കെൽപ്പായിട്ടില്ല എന്നതാണ് രസകരം.